അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ ഉറങ്ങിയ മുഖവും വെച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ പോകും. നല്ല ഉറക്കുറങ്ങി ചായ അടിച്ച് വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നടന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഒറ്റയ്ക്കുള്ള ആരുമില്ല. പ്ലാൻ ചെയ്തതിന് പക്ഷേ പ്ലാനൊക്കെ മുടങ്ങിപ്പോയി. അവർക്ക് കൂടുതലൊക്കെ പുറപ്പുറം എവിടെയെങ്കിലുമൊക്കെ പോകാണ്ട് ഫാമിലിയായിട്ട്. പിന്നെ ഫാമിലി ഉള്ളവരടുത്ത് നിന്നുള്ള ക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അവരങ്ങനെ പിന്നെ വ്ളോഗ് എടുക്കണം. നമ്മളെ ഫാമിലി ഇവിടെ ഇല്ല, അപ്പുറപ്പുറം പോയി. നാട്ടിലും പിന്നെ ഒമാനിലൊക്കെയാണ്. പിന്നെ നാട്ടിലുള്ള ഫ്രണ്ട്സ് വരുന്നുണ്ട്. വേറെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞാൽ ഓര് വന്നിട്ട് ഇനി എവിടെയും പോകണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചാടിച്ചിരിക്കും. നട്ടുച്ചക്ക് കൊടുക്കും പോകാറില്ല. ഒന്നാമത് പുറത്തിറങ്ങി നടക്കുന്നത് നല്ല ചൂടാണ്. ചൂടെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചൂടൊന്നുമല്ല. ഹോട്ടൽസുകളിലൊന്നും ആൾക്കാരില്ല. അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, നമ്മൾ ചാടിച്ചില്ല. അതിൻ്റെ അപ്പുറത്തൊരു AC ഉള്ള ഹോട്ടലുകളൊക്കെ പോയിട്ടെല്ലാം ബിരിയാണി കഴിക്കാം. AC ഇല്ലാത്തവർക്ക് വൈബ് അന്വേഷിച്ചിട്ട് ഇപ്പോൾ പുറത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടി പോകുള്ളൂ. അതിൻ്റെ മദിനസീത് മാൾ പോകണം. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് അവിടെ. ഇവിടുത്തെ ബിരിയാണി കഴിച്ചിനെ. മദിനസീതിലാണെങ്കിൽ കുറച്ച് നടക്കം വേണം. പിന്നെ അങ്ങോട്ട് പോകുന്നത് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നത് തീരെ ശരിയാവില്ല. മാൾക്കൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ദിവസമൊക്കെ മാളുകളിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആരെങ്കിലൊക്കെ വേണം. ഒറ്റയ്ക്ക് പോകുമ്പോൾ നോട്ട് നൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ചിന്തിച്ചതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ക്ലോസ് ആക്കാം. അപ്പോൾ ബെസ്റ്റ് മദിനസീതിലേക്ക് പോവാം. കൂളിംഗ് ഗ്ലാസ് എടുത്താൽ മതിയായിരുന്നു. നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കാം. മാൾക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം. നാട്ടിലെ മൈമാലി വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൈമാലി വരുമ്പോഴത്തിന് ടൈം എടുക്കും. അല്ലെങ്കിൽ ഒപ്പം അവിടെ തിരുന്നുണ്ടെങ്കിൽ മറ്റേ രാജസ്ഥാൻ ബിരിയാണി എന്താ പേര് മറന്നുപോയി, ആ ബിരിയാണി കഴിക്കരുത്. ഇനി ഇവിടെ മാള് വരെ പോയിട്ട് മാൾ അടച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവുമോ? മാള് അടച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഇല്ലാതെ നിനക്ക് യോഗ ഇല്ലാന്നാ. ഇതാണ് ഗൈസ് നമ്മുടെ മദിനസീത് മാള്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണോന്ന് അറിയില്ല. ഇവിടെ ഫുഡ് കോർട്ടിലേക്ക് 2 സ്റ്റാർ കയറണം. അല്ല, ഷോപ്പൊക്കെ അടച്ചു വെച്ചിരിക്കും. മിക്കവാറും ഇവിടെ തിരക്ക് കയറും. നല്ല തിരക്കുണ്ടാവും. ലുക്ക് ലൈക്ക് ദാറ്റ്. നമ്മൾ ആളെന്ന് ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത തിരക്ക് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അല്ലെങ്കിൽ ഞാൻ മൈൻഡിൽ വിചാരിച്ചതാ നടക്കണ കേസില്ല. എന്നിട്ട് വലിയ പെരുന്നാളായതുകൊണ്ട് തിരക്ക് കുറേ ഇരിക്കും എന്നാണ് വിചാരിച്ച്. എവിടെ മന്നത്ത് റെസ്റ്റോറൻറ്റ് പോകും. ഞാൻ അവിടെ നിന്ന് പോയേക്കാം. നല്ല ബിരിയാണി കട കിട്ടണേലും നടക്കും. ആർക്കവിടെ ചെയ്താൽ മന്നത്ത് റെസ്റ്റോറൻറ്റ് പിന്നെയും കുഴപ്പമില്ല. നല്ല ബിരിയാണി കിട്ടാറുണ്ട്. ഒരു പെരുന്നാളിന് അവിടെ പോയിട്ട് ഞാനും ഫ്രണ്ട്സോടെ പോയിട്ട് നല്ല മട്ടൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ്. പിന്നെ മെയിൻ ഒറ്റക്കാണ്. ഒന്നോ വാട്ട് വിൽ ഹാപ്പൻ. ഞാനിവിടെ എത്തി നല്ല മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചു. നല്ല 1.5 ബിരിയാണി, മട്ടൻ ബിരിയാണി കഴിച്ചു. ഫിഷ് ബിരിയാണി കഴിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലാഗ്രഹം. ഇത് ഇപ്പോൾ അവിടുന്ന് മന്നത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ച സാധനം കേട്ടോ. ഇതിൻ്റെ പേര് സ്വീറ്റ് മാക്ക് എന്ന് പറഞ്ഞ സാധനം. ഒന്ന് കഴിച്ചോക്കത്. ഐസ്ക്രീമാന്ന് പറഞ്ഞത്. ഐസാണോ കഴിച്ചപ്പോൾ ഐസ്ക്രീമാന്ന് പറഞ്ഞു. പൊട്ടിച്ചോക്കട്ടെ. പെട്ട് ഇതിന് കോല് വേണം. ഇനി അടിയത്തത് കോലാണോ എന്നറിയില്ല. എടുത്തോക്കട്ടെ. ഇത് വെറൈറ്റി ഐസ്ക്രീം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് തള്ളുക. ഈ കൊത്തി വെച്ചിട്ട് എടുത്ത് ഇങ്ങനെ നക്കി തിന്നാം. പക്ഷെ ഇത് അടിയിൽ നിന്ന് കുത്തണം. ഇതിൻ്റെ തീറ്റൻ്റെ അടിയിൽ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ടോപ്പുണ്ട്, പേപ്പറായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ തൊള്ളിൽ പോയിട്ടോ. പിന്നെ മാത്രമല്ല ഇതിൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടമല്ല ചോക്ലേറ്റ് ഐസ്ക്രീം. ചോക്കോബാർ ഇഷ്ടമാണ്, പക്ഷേ ചോക്ലേറ്റ് വരുന്ന ഐസ്ക്രീം ഇഷ്ടമല്ല. ഇതുകൊണ്ട് അത് ഇത്രയും ടോപ്പിലേക്ക് ഞാൻ തള്ളി കൊടുന്നു. അപ്പോൾ മോണേനെ അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് എന്താ, തള്ളി ഞാനിത് ഇത്ര എത്തിച്ചു. ടേസ്റ്റ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് പറ്റിയ സാധനം കേട്ടോ. വലിയ ആൾക്കാരൊന്നും മേടിച്ച് തിന്നേക്കരുത്. ആരെങ്കിലുമൊക്കെ നോക്കി കൊടുക്കും. പിന്നെ വലിയ ടേസ്റ്റൊന്നും കാണില്ല. പെരുന്നാൾക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം മസ്റ്റാണ്. ചെറുപ്പം മുതലേ ശീലിച്ചു വരും. എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ കാര്യം. നാട്ടിലാണെങ്കിൽ ചോറ് കഴിക്കണമെന്നൊന്നുമില്ല. സ്കാരം കഴിഞ്ഞിട്ട് വന്നാൽ തന്നെ മതി. പടക്കം മേടിക്കൽ, ചോക്കോബാർ മേടിക്കൽ, ഇതാണ് ആദ്യത്തെ പരിപാടി. സ്കാരം കഴിയാൻ നേരെ അങ്ങാടി പോവുക, ചെക്കന്മാരോട് ഇരിക്കുക, ഒരു മണിക്കൂർ കിടക്കും. കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ലൈസ് പാക്കറ്റ്, ഐസ്ക്രീം, ഉച്ചക്ക് ചോറ്റക്കുള്ള തൈരും പാക്കറ്റ്, പപ്പട പാക്കറ്റ്, ഇങ്ങനെ ഓരോന്ന് മേടിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ മൈമാലി എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇനി മൈമാലി ഞാനും കൂടി ചായ കുടിച്ചിക്കാണ്ട് ചിന്തിക്കണം എങ്ങോട്ട് പോകും എന്നുള്ളത്. അവസാനം ഞങ്ങളൊരു പ്ലാനിലെത്തി. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.